കഴിഞ്ഞു. ഇതൊന്നും ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന്റെ ഒരു ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സീലിംഗ് ലൈറ്റ് സെറ്റിംഗ്. ഗൈസ്, നമ്മളിന്ന് ചെറിയൊരു വിക്കിപീഡിയ അല്ല, ഫിറ്റിങ്സ് പരിപാടിയാണ്. ഷെയ്ഡിലൊക്കെ നമ്മൾ കൊടുത്തിരുന്ന ലൈറ്റ് എല്ലാം ഫുള്ള് ഇടിവെട്ടിട്ട് അടിച്ചു പോയി, നിരത്തി അടിച്ചു പോയി. അത് കാണിക്കാം. ഈ കാണുന്ന ഷെയ്ഡിൽ ഫുള്ള് നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് വാമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, അന്ന് വെച്ചിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് അടിച്ചു പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് നിരത്തി അടിച്ചു പോയി. പിന്നെ ഹാളിൽ 2 ഉണ്ടായിരുന്നു, അതും അടിച്ചു പോയി. ഇടി വെട്ടിയിട്ട് അടിച്ചു പോയി. അത് നമുക്കിന്ന് വേറെ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് സാധനം, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ അപ്പോൾ ഫിറ്റിംഗ് ചെറിയ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇന്നത്തെ വീഡിയോ. പക്ഷേ നമ്മൾ കളറായിരുന്നു വെറൈറ്റി ആക്കി. നമ്മൾ കഴിഞ്ഞ ഇട്ടിരുന്നത് മൊത്തം വാം ലൈറ്റാണ്, ഫുള്ള് വാമായിട്ടിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് കളറാക്കാൻ പോവുക. മൊത്തത്തിൽ ഇവിടെ വെളിയിൽ ഹാളിൽ സിറ്റ് ഔട്ടിൽ ഒരെണ്ണമുണ്ട്, ഒരെണ്ണം സെൻറ്ററിൽ, പിന്നെ ഷെയ്ഡിൽ മാത്രമായിട്ട് 5 വരുന്നുണ്ട്, പിന്നെ ഹാളിൽ 2. ഇതെല്ലാം ഫുള്ള് തീർത്തടിച്ചു പോകും. നമ്മൾ ലൈറ്റ് വെച്ച് ഒരു ലൈറ്റ് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു. നമ്മുടെ പെരയുടെ മണ്ടയ്ക്കാണ് അടിച്ചത്. അടിച്ചു പോയ സാധനങ്ങളൊന്ന് കാണിച്ചു തരാതെ. ഇവിടെ സീലിംഗ് ഇതിലാണ്, മണ്ടയ്ക്ക് ഇതേ കിടക്കുന്നു ഒരെണ്ണം, ആ കാണുന്ന ഒരെണ്ണമാണ്. പിന്നെ അങ്ങോട്ടുണ്ട് 5 വെച്ചിട്ടുള്ളത്. ഈ ഒരെണ്ണം ഇവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഫുള്ളായിട്ട് തീർത്തടിച്ച് പോയിട്ടുണ്ട്. ഇവിടെ ഇത് സിറ്റ് ഔട്ട് മാറാം. ഇത് സിറ്റ് ഔട്ടിൽ തൂങ്ങിക്കിടക്കുന്ന അടിച്ചു പോയത് വയസ്സ് ഇടി വെട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ മാറണം, ഇവിടെ നിന്ന് മുതൽ തുടങ്ങാം. ഇതെല്ലാം മാറാവുള്ളൂ. ഇതെല്ലാം പോയതോ വയസ്സ്, ഇതെല്ലാം അടിച്ചു പോയതോ. ശരിക്കും ഇവിടെ ഫസ്റ്റ് ചെയ്താൽ മാറാൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് മാറണം. നീ ഫ്ലാഷ് അടിച്ചു ശ്രദ്ധിക്കണം. കറണ്ടിലൊക്കെ പണിയുമ്പോൾ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. നമ്മള് സേഫ്റ്റിക്കായിട്ട് കണ്ടേ ഫീസ് വരെ ഊരിയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ഫീസ് ഊരിയിട്ട് വണ്ടി നശിപ്പിച്ചു. എല്ലാം പഠിച്ച് പൊട്ടിച്ച് കഴിച്ചു. ഇതൊക്കെ പോയതാ, അടിച്ചു പോയതാ. എന്ത് കാണിച്ചു? കണ്ടോ ഇതുണ്ട്, ഇതുണ്ട്. ഇതെടുത്ത് മാറ്റി വെക്കും. കണ്ടോ ഗൈസ്? ഇനി നമുക്ക് സ്ക്രൂ ഊരായില്ലേ, സ്ക്രൂ എല്ലാം പറക്കാം ഗൈസ്. എല്ലാം പറക്കി ഒരു ഇതിൻ്റെ അകത്തിട്ടൊക്കെ അവിടെ കടിച്ചു ഗൈസ്. നമുക്ക് സിൽക്കവും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്റെ വാങ്ങി തേച്ച് വെക്കാൻ. ഇനിയെങ്കിൽ കുറച്ച് കാലം മിണ്ടാതിരിക്കട്ടെ. ക്യാമറ നോക്കി അവിടെ ഇരിക്കും. ടേപ്പ് എന്തിനാ വായിലിട്ടിച്ചേക്കാണ്? വീണ്ടും പറയാം ഒരു കാര്യം. കറണ്ടിൽ അറിയാൻ മെനപ്പണിയൊന്നും ആർക്കും നിൽക്കരുത്, എല്ലാം സൂക്ഷിക്കണം. സൂക്ഷിച്ച് കണ്ടൊക്കെ എല്ലാം ചെയ്യും. അപ്പോൾ പിന്നെ എപ്പോഴും ഇതുപോലൊക്കെ മാറുന്ന ഓരോന്നൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളെന്ത് പണിയും ചെയ്യും, വീട്ടിൽ കുത്തിയിരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. നമ്മളെന്ത് പണിയും ചെയ്യും. എക്സ്പീരിയൻസ് ആണല്ലോ. മപ്പൊക്കെ കടിച്ചാണ് മുറുക്കുന്നത്. കഴിഞ്ഞ അങ്ങനെ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി? ഇനി 4 ഉണ്ട്. കഷ്ടപ്പാടാ. ഗൈസ്, ഒരബദ്ധം പറ്റി ഗൈസ്. കവിയിട്ടിട്ടത് തെറ്റിച്ച് ഗൈസ്. കളർ വ്യത്യാസം വന്നു ഗൈസ്. നശിപ്പിച്ചു. വേണ്ട, അത് വേണ്ട ഗൈസ്. നമ്മള് ഇവിടെ ബ്ലൂ,
അവിടെ പിങ്ക് ഇടാനായിരുന്നു, പക്ഷേ അഭിത്ത് ഒരുമിച്ച് 2 സെല്ലും പിങ്ക് ഇട്ട് വെച്ച്. അടിക്കണ്ട ഇവിടെ ഞാൻ വെച്ചത് അടി. അങ്ങോട്ട് പോയിട്ടല്ലേ ഫ്രണ്ടിലോട്ട് പോകുന്നു. അങ്ങനെ എടുക്കല്ല. നീ ഇറങ്ങിയാ ശരിയാവും. നീ ഇറങ്ങിയാ ശരിയാവുന്ന പ്രശ്നമില്ല. എന്താ സഹായം? ഒരു സഹായം ഇല്ല. വീട്ടിൽ കിടപ്പാ. അട വെക്കാം. അയ്യോ അത് ഓഫായില്ല. കേറി നിൽക്കാനൊന്നുമില്ല. വണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിച്ചു. തനക്കാക്കിരി കണ്ണ് ഇത് എന്ത് ഇങ്ങോട്ട് ദൂരെ പിടിച്ചു. എന്റെ മൂന്നത്തേക്ക് കൂട്ടാത്ത ഇല്ല. അത് കാണിച്ച ഐസ് വെട്ടം പോയി. ടേബിൾ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. എന്താ കൂടെ വെക്കാനുണ്ട്. ശരി, ഇനി അവിടെ കാണിച്ചു ഗൈസ്. രാത്രി ആകുമ്പോ തന്നെ കാടത്തിയും വെട്ടവും എല്ലാം പോയി. ഇത് അടിച്ചു പോയ അവിടെ ഇട്ട് നമ്മുടെ സ്റ്റാൻഡ് അഭിത്തണ ഒന്നണിഞ്ഞാൽ മതി, വണ്ടി എല്ലാം പോവും. എല്ലാം കൂടെ പൊത്തോന്ന് പറഞ്ഞാൽ നാളെ മഴ പെയ്ത് കിടക്കുന്നോണ്ടേ മുറ്റത്തിറങ്ങാൻ തോന്നുന്നില്ല. ഗായ്സ് പിള്ളേരെല്ലാം വന്ന് വെട്ടം അടിച്ചു കൊടുക്കുന്നു. എന്തോ എങ്ങനെ സ്ക്രൂ ഡ്രൈവർ എന്തി ഇത് പിന്നെ എന്തുവാ ഇത്? ഏതാ മുറുക്കുന്ന താനോ? അതോ പണി ഇതിട്ടു. എന്താ ഇതിട്ടു. ആദ്യം പറഞ്ഞ സേഫ്റ്റി പാലിക്കണമല്ലേ, എന്നിട്ട് ഇതാണ്ടേ ലൈറ്റ് വിത്ത് അവസാനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷയമായിരുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കഴിഞ്ഞു. സബ്സ്ക്രൈബ്. ശരി, ലൈറ്റ് നമുക്ക് ഈ ലൈറ്റ് കെടുത്തു. ഫ്ലാഷ് വേണോ? ഫ്ലാഷ് വെയിറ്റ് പുറത്തോ ഏട്ടാ മോനെ ദൂരോട്ടാ കൈക്കൊള്ളാമോ? അവിടെ ഇതെന്തുവാടാ ഇങ്ങനെ? അവീത്തെ നമുക്ക് മാത്രം എന്താടാ ഇങ്ങനെ? അടുത്ത ഹാളാണ് ഹാൾ കൊടുത്തോ? വാട്ട് കൊടുത്തു ഗൈസ്. ബ്ലൂ പിങ്ക് വെളിയിലോട്ട് ഇറങ്ങിയ ഗ്രീന്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു ഗൈസ്. സ്റ്റാർ ഇതിൽ കൊടുത്തു, ഇതിൽ കണക്ട് ചെയ്തും കൊടുത്തു സ്റ്റാർ. ആ സ്റ്റാറിൻ്റെ അതൊന്ന് മാറ്റിയടാ. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. സ്റ്റാർ നമ്മൾ അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്.
പക്ഷേ ഈ സൈഡിൽ ഇവിടെ വന്നപ്പോൾ ഒരു കളർ അവർ മാറിപ്പോയി ഗൈസ്. പക്ഷെ അതിൽ ബ്ലൂ ആ കൊടുത്തേക്കുന്നത്. നമ്മൾ അതേപോലെ ഓർഡറിലാണ് ചെയ്ത്. ഒരു ബ്ലൂ, ഒരു റെഡ്, ബ്ലൂ, പിന്നെ ഇവിടെ വന്നപ്പോൾ രണ്ടെണ്ണം ഒരുപോലെ ആയിപ്പോയി, പിങ്ക്. പക്ഷെ ഇവിടെ ഒരു ബ്ലൂ ആയിരുന്നു വരേണ്ടത്. ഈ അറ്റം ബ്ലൂ ആയിരുന്നു വരേണ്ടത്, പക്ഷെ അത് ഇതായിപ്പോയി. അത് അവർക്ക് മാറിയെന്ന്. പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് ആ ലൈറ്റിൽ എഴുതിയിട്ടുണ്ട് അത് ബ്ലൂ ആ അതിൽ എഴുതിയേക്കുന്നത്. അത് കണ്ടിട്ടാണ് നമ്മൾ അവിടെ കൊടുത്തത്. പക്ഷെ അതെങ്ങനെ അങ്ങനെ മാറി. ഇവിടെ നമ്മൾ ഗ്രീൻ ആയിട്ട്. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി ഇതായിട്ടുള്ള കറണ്ട് പണിയാണ്. റിസ്കി വീഡിയോ എന്നല്ല, അറിയുന്നവരൊക്കെ കറണ്ടിലൊക്കെ അങ്ങനെയൊക്കെ പണിയാൻ പാടുള്ളൂ. അല്ലാത്തവര് ചില അങ്ങനെയൊക്കെ ഓരോ പണികളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ മെയിൻ പണി വലിയ പണികളൊന്നും ചെയ്യത്തില്ല. ഇതുപോലൊക്കെ ഒരു ലൈറ്റ് പിടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ. നമ്മൾ മാക്സിമം എല്ലാം നോക്കി കണ്ടാണ് ചെയ്യുന്നത്. എനിവേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോകുന്നു. ബൈ.